ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ട്രംപ് പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന അവകാശവാദവും ട്രംപ് മുഴക്കിയിരുന്നു. നെതന്യാഹു ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുന്നതായും ഹമാസ് നേതൃത്വം അറിയിച്ചു. വെടിനിർത്തൽ ചർച്ച സംബന്ധിച്ച ഇസ്രയേൽ മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യെയർ ലാപ്പിഡ് ഗാസയിലെ കൂട്ടക്കൊലയ്ക്കെതിരെ ആഞ്ഞടിച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭക്ഷണത്തിന് കാത്തുനിന്നവരെ ഉൾപ്പെടെ 70 പലസ്തീനികളെ കൂടി ഇസ്രയേൽ സൈന്യം കൊന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ $510 ദശലക്ഷം സ്ഫോടക ശേഖരം കൂടി ഇസ്രയേലിന് വിൽക്കാൻ US സ്റ്റേറ്റ് വകുപ്പ് അനുമതി നൽകിയെന്നതും ആശങ്ക പടർത്തുന്നു. ഒരാഴ്ചയ്ക്കകം ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ചർച്ച തുടരുകയാണെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറയുന്നത്. ഗാസയിലുടനീളം ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ഹമാസ് നേതാവ് നിലപാട് വ്യക്തമാക്കി. ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഇടപെടൽ ആത്മാർത്ഥമാണെന്ന് കരുതാനാകില്ലെന്നാണ് ഹംദാൻ ചൂണ്ടിക്കാട്ടുന്നത്. ബന്ദിമോചനമാണ് പ്രധാന ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചിരുന്നു. എന്നാൽ US സമ്മർദ്ദവും ജനങ്ങളുടെ പ്രതിഷേധവും തണുപ്പിക്കാനുള്ള പ്രതികരണം മാത്രമാണിതെന്നാണ് നയതന്ത്ര വിലയിരുത്തൽ. ഇസ്രയേൽ മന്ത്രിസഭയിലും വെടിനിർത്തൽ സംബന്ധിച്ച ഭിന്നത രൂക്ഷമാണ്. അതിനിടെ ഗാസ യുദ്ധം തുടരുന്നതിനെതിരെ ആഞ്ഞടിച്ച ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യെയർ ലാപ്പിഡ് രംഗത്തുവന്നത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. സുരക്ഷാ നാശനഷ്ടം, രാഷ്ട്രീയ നാശനഷ്ടം, സാമ്പത്തിക നഷ്ടം എന്നിവ മാത്രമാണ് നമുക്ക് ഗാസയിൽ നിന്ന് ലഭിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഗാസയിൽ വ്യാപക ആക്രമണവും കൂട്ടക്കൊലയും തുടരുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ ദിവസം ഗാസ വിടാൻ ഉത്തരവിട്ട മേഖലകൾക്ക് പുറമെ മറ്റിടങ്ങളിലും കനത്ത ബോംബിംഗാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗാസ സിറ്റിയിൽ കടൽ തീരത്തെ തുറമുഖത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിൽ അൽ-അക്സ ആശുപത്രിക്ക് നേരെ വ്യാപക ആക്രമണം നടന്നു. ഖാൻ യൂണിസിൽ ഭക്ഷണ കേന്ദ്രത്തിലെത്തിയ 13 പേരും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. അതേസമയം അഴിമതി കേസിൽ ഈ ആഴ്ച നടക്കേണ്ട പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിചാരണ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ തുടങ്ങിവെച്ചതിന്റെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമാണെന്ന് അംഗീകരിക്കണമെന്ന് ഐക്യരാഷ്ട്ര സഭയോട് ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമേരിക്കയും ഇസ്രയേലും നഷ്ടപരിഹാരം നൽകണമെന്നും UN സ്റ്റേറ്റ് സെക്രട്ടറി ജനറലിന് അയച്ച കത്തിൽ ഇറാൻ വ്യക്തമാക്കി. ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസിന് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. 12 ദിവസത്തെ സംഘർഷത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തകർച്ചയുണ്ടായെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത്. നതാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ എന്നീ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളാണ് തകർത്തെറിഞ്ഞത്. 12 ദിവസത്തെ സംഘർഷത്തിൽ ഇറാനിൽ 606 പേർ കൊല്ലപ്പെടുകയും 5332 പേർക്ക് പരിക്കേറ്റതായുമാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.